plant sale center. Soil that is slightly acidic. ഇക്കിഗൈയുടെ ജേർണി ഇൻറ്റേർണൽ ട്രാൻസ്ഫർമേഷൻ ആണ്. ഡീപ്പ് ഡൗൺ നമ്മൾ ഡാർക്ക്നെസ് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറില്ലേ ഹിറ്റിംഗ് ദി റോക്ക് ബോട്ടം എന്നൊക്കെ. ഒരു ചെറിയ ലൈറ്റ് സോഴ്സ് കാണുമ്പോൾ ഉണ്ടാവുന്ന ഹോപ്പ് ആണ് ഇന്നെനിക്ക് ഇക്കിഗായ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആണ്. ഐ നോ UAE വെദർ അധികം സിങ്ക് ആവാറില്ല ഇൻ ടേംസ് ഓഫ് ഫ്ലവേഴ്സ്, ബട്ട് നമുക്ക് UAEയിൽ 6 months ഓഫ് പ്ലെസൻറ്റ് വെദർ ഉണ്ട്. ആൻഡ് ഐ എം ഷുവർ ദി വെദർ വിൽ ബി വെരി ഫൊർഗിവിങ് ആൻഡ് എൻ്റെ ഫ്ലവേഴ്സ് സർവൈവ് ചെയ്യും ഫോർ ഓൾമോസ്റ്റ് 6 months. ആൻഡ് ഞാനും വിചാരിക്കുന്നുണ്ട് ദാറ്റ് 6 months ഇസ് മോർ ദാൻ ഇനഫ് ഫോർ എൻ ഇൻറ്റേർണൽ ട്രാൻസ്ഫർമേഷൻ ത്രൂ ഇക്കിഗൈ. ഈ പൂക്കളെ പോലെ തന്നെ ഞാനും ത്രൈവ് ചെയ്യാൻ പോവാണ്. ലെറ്റസ് പ്ലാൻ എങ്ങനെ ചെയ്യണം. ആ ഒരു പോസിറ്റീവ് തോട്ടോടെ ലെറ്റസ് ബിഗിൻ ദിസ് വീഡിയോ. എൻ്റെ ലൈഫിലെ ഡിക്ഷണറിയിൽ സ്വീറ്റ് എന്ന വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്തെങ്കിലും സന്തോഷം വന്നാൽ സ്വീറ്റ്, ഡിപ്രസ്ഡ് ആയ സ്വീറ്റ്, സാഡ് ആയ സ്വീറ്റ്. സോ സ്വീറ്റ് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ വൈ ടു ഡീമനൈസ് ഇറ്റ്, റൈറ്റ്? സോ എൻ്റെ ഈ ഒരു ഇക്കിഗായ് ജേർണിയിൽ ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ വോണ്ട് ടു സ്റ്റാർട്ട് ദിസ് ജേർണി ബൈ എംബ്രേസിങ് സംതിങ് വിച്ച് ഐ ഓൾവേസ് ഹേറ്റഡ് അബൌട്ട് മൈ സെൽഫ്. ദാറ്റ് എനിക്ക് സ്വീറ്റ് ടൂത്ത് എന്തിനാണ് ദൈവം തന്നത്, പക്ഷേ ഐ എം ഗോണ എംബ്രേസ് ഇറ്റ് ആൻഡ് മേക്ക് സ്മോളർ ചേഞ്ചസ്. ഇന്ന് ഞാൻ ഒരു പുതിയൊരു ഫ്ലേവർ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവാണ്, വിച്ച് ഈസ് മാച്ച. ഞാൻ ഒരു പ്രാവശ്യം ജപ്പാൻ പവിലിയനിൽ പോയപ്പോൾ, ദാറ്റ് ഈസ് ഇൻ ഗ്ലോബൽ വില്ലേജ് പോയപ്പോൾ മാച്ച ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ലിറ്ററലി ഫെൽ ഹെഡ് ഓവർ ഹീൽസ് ഓവർ ദാറ്റ് ഫ്ലേവർ. ഭയങ്കര ഒരു കയ്പരസമാണ്. ബിക്കോസ് നമുക്ക് അറിയാം ഗ്രീൻ ടീ നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ഗ്രീൻ ടീൻ്റെ പൗഡറാണ് മാച്ച എന്ന പേരിൽ വിളിക്കുന്നത്. ആൻഡ് ഗ്രീൻ ടീ ഓൾറെഡി ബിറ്ററാണ്. ഗ്രീൻ ടീയുടെ പൗഡർ ചെയ്ത് കഴിഞ്ഞാൽ ബിറ്റർനെസ് ഇൻറ്റു 100 times ആണ് മാച്ചയുടെ ബിറ്റർനെസ്. പക്ഷെ അത് പാലും സ്വീറ്റ്നെസ്സും ഒക്കെ കൂടി വരുമ്പോൾ ദാറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ടേസ്റ്റി. അപ്പോൾ ഞാനൊരു ഹെൽത്തി വേർഷൻ ഓഫ് മാച്ച കേക്ക് ഉണ്ടാക്കുകയാണ് ഫോർ മീ ആൻഡ് വിശാൽ. ഇതാണ് മാച്ച പൗഡർ. ഞാൻ ആമസോണിൽ നിന്നിട്ടാണ് വാങ്ങിച്ചത്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇൻ കേസ് ഇഫ് യു ഹാവൻ ട്രൈഡ് മാച്ച എറ്റ് ഓൾ, ഐ വുഡ് സജസ്റ്റ് നിങ്ങൾ ഈ പാക്കറ്റ് വാങ്ങിക്കുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾ കഫേയിൽ പോവുക അല്ലെങ്കിൽ ബേക്കറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മാച്ച ടീ അല്ലെങ്കിൽ മാച്ച കോഫി അല്ലെങ്കിൽ മാച്ച ബേക്കറി ഐറ്റംസ് കിട്ടും. സോ ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ട്രൈ ആൻഡ് ദെൻ ഗോ ഫോർ ദിസ് പാക്കറ്റ്. ഒരു ലൈഫ് ലെസൺ ആണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണത്. എൻ്റെ കൂടെ പണ്ട് തൊട്ടേ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ യു വിൽ നോ ദാറ്റ് എൻ്റെ ബേക്കിംഗ് വാസ് ഓൾവേസ് എ ഫ്ലോപ്പ് ഷോ. ആൻഡ് വളരെ ക്വിക്ക്ലി തന്നെ ഞാൻ എന്നെയാണ് ബ്ലെയിം ചെയ്തിരുന്നത്. ബിക്കോസ് എനിക്ക് പേഷ്യൻസ് ഇല്ലല്ലോ, അതുകൊണ്ട് മെഷർമെൻറ്റ്സും പ്രോസസ്സും ഒന്നും ശരിക്ക് ചെയ്തിട്ടുണ്ടാവില്ല എന്നൊക്കെ. ഒരു ദിവസം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ബേക്കറാണ്, അവളോട് സംസാരിച്ചിരുന്നപ്പോൾ ഷീ സെഡ് മൈക്രോവേവ് ആരും ഇക്കാലത്ത് ബേക്കിങ്ങിന് യൂസ് ചെയ്യുന്നില്ല. OTG ഈസ് ദ ബെസ്റ്റ് തിങ് ടു യൂസ് ബേക്കിംഗ്. ആൻഡ് ഐ വാസ് ലൈക്ക് റിയലി. ആൻഡ് ഞാൻ ഒരു വാശിയുടെ പുറത്ത് കിച്ചണിൽ സ്ഥലമില്ലെങ്കിൽ പോലും ഐ ഗോട്ട് മൈ സെൽഫ് എ ചെറിയ 19 liters ഓഫ് OTG അവൻ ആൻഡ് സ്റ്റാർട്ടഡ് ബേക്കിംഗ്. ഞാൻ എന്നും ബേക്കിംഗ് ചെയ്തു. എൻ്റെ ഫ്രണ്ട്സ്, വിശാലിൻ്റെ ഓഫീസ്, എൻ്റെ ഓഫീസ്
എന്നും ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് പാർസൽ കൊണ്ടുപോകും. ആൻഡ് ദേ വാസ് സോ ഹാപ്പി ആൻഡ് ഐ വാസ് ദി ഹാപ്പിയസ്റ്റ്. ഞാൻ ഒരിക്കലും എന്നെ ആദ്യം ബ്ലെയിം ചെയ്യില്ല അൺലെസ് ആൻഡ് അൺടിൽ ഐ ഹാവ് ഡൺ ഗുഡ് ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ ഒരു ഡിറ്റക്റ്റീവ് നോവലിൻ്റെ വേർഡാണല്ലേ, ബട്ട് യാ ഇറ്റ് ഈസ് ടോട്ടലി നെസസറി. കാരണം ഈ സെൽഫ് ക്രിറ്റിസൈസേഷൻ ക്യാൻ സ്റ്റോപ്പ് അസ് ഫ്രം ഡൂയിങ് തിങ്സ് വിച്ച് മെയ്ഡ് അസ് മോസ്റ്റ് ഹാപ്പി. ഞാനിവിടെ ഒരു റഫ് പേജ് എടുത്തിട്ട് അതിലാണ് ഞാൻ എൻ്റെ സ്മാർട്ട് ഗോൾസ് സെറ്റ് ചെയ്യണത്. സോ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്മാർട്ട് എന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്. ആൻഡ് എസ് മീൻസ് സ്പെസിഫിക്. സോ ഞാൻ ഇവിടെ എഴുതാണ്, സ്പെസിഫൈ ചെയ്യാണ് എൻ്റെ ഗോൾ എന്താണ്. സോ ഐ എം റൈറ്റിംഗ് മൈ ഗോൾ ഇസ് to overcome my low energy level in my body through workout and food, enter into my high energy era, do what I love to do, making most of time. Now ഈ സെയിം ഗോളിനെ, ഈ സെയിം സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഗോളിനെ മെഷറബിൾ ആക്കണം, എന്നാലേ നമുക്ക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എം ഈസ് ഫോർ മെഷറബിൾ. I will track my progress by number 1, Apple Watch closing the 3 rings. Apple Watch le 3 rings ഉണ്ട് that I'm going to close. Second is 3 days a week strength training എടുക്കണം. And 3, ഞാൻ എന്താണ് കഴിക്കുന്നത് അതിൻ്റെ പിക്ചർ ഞാനത് ട്രാക്ക് ചെയ്യും. A is attainable. നമുക്ക് ഈ ഗോൾ മെഷർ ചെയ്യണത് എങ്ങനെ അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നതാണ് ഞാൻ എഴുതണത്. സോ ഐ ആം റൈറ്റിംഗ് 8:30 or 9:30 അല്ലെങ്കിൽ 6 to 7 PM എൻ്റെ മൂവ്മെൻറ്റ് ആർസ് ആണ്. ആൻഡ് റീഡ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്ലോർ അബൌട്ട് ന്യൂട്രീഷൻ. ഫുഡിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗോൾ ഈസിലി അറ്റൈൻ ചെയ്യാൻ പറ്റും. ആർ ഈസ് റെലവെൻറ്റ്. അപ്പോൾ ഈ ഗോൾ എന്നെ ഹെൽപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഹൗ റെലവെൻറ്റ് ഇസ് ദാറ്റ്? സോ ഇറ്റ് ഈസ് ലൈക്ക് സേ നോ മോർ, ഐ ആം ടയേർഡ്, ഹാവ് ഇനഫ് time to create what I love, and have teeny weeny bit of control over my life. So I'm assuming that in having high energy level I can have some control in my life. And T is timely. സോ ഞാൻ ഇത് ടൈം ചെയ്യണത് മാർച്ചിൽ 31 days ഉണ്ട്. സോ മാർച്ച് 2024 ഈ ഗോൾസ് എനിക്ക് അറ്റൈൻ ചെയ്യണത്. അങ്ങനെ എൻ്റെ സ്മാർട്ട് ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഹൈലൈറ്റ് ഞാൻ ചെയ്ത് വെക്കുകയാണ് ഹൈ എനർജി ഇറയിലേക്ക് കടക്കണം എന്നതാണ്. ആമ്പിളിലെ 3 ring ക്ലോസ് ചെയ്യണം, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ആൻഡ് എൻ്റെ മൂവ്മെൻറ്റ് ടൈമിങ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബേസിക്കലി ഹാവ് ടീനി വിനി ബിറ്റ് കൺട്രോൾ ഓവർ മൈ ലൈഫ് ആൻഡ് മാർച്ച്. സോ ഇതാണ് ഈ മാർച്ച് മന്തിലെ ഗോൾസ്. ഐ ആം ഹോപ്പിംഗ് നിങ്ങളും നിങ്ങളുടെ ഒരു സ്മാർട്ട് ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യും ഫോർ ദി മന്ത് ഓഫ് മാർച്ച്. ഈ ഒരു ഏരിയ കുറേ നാളായിട്ട് ഞാൻ നെഗ്ലക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഇതിലെ മെയിൻ പ്രശ്നം വാട്ടർ ബോട്ടിൽ അല്ല കേട്ടോ. വാട്ടർ ബോട്ടിൽ UAE ഒരു മെയിൻ സംഭവമാണ് എല്ലാ വീട്ടിലും. പക്ഷേ ഈ വയേഴ്സ് ആണ്. ആൻഡ് ഇതാണ് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ. ഈ വീട്ടിൽ അധികം ചാർജിങ് പോർട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നമ്മളൊരു എക്സ്റ്റൻഷൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറേ ചാർജിങ് പ്ലഗ്സ് ഒക്കെ വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് ചാർജിങ് ചെയ്യാനായിട്ട് മൊബൈലാണെങ്കിലും വാച്ചാണെങ്കിലും ഒക്കെ ഇങ്ങനെ മൈക്രോവേവിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലാണ് വെക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു പുതിയ ബുക്ക് ഷെൽഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കുട്ടി ബുക്ക് ഷെൽഫ് ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനെ കുറച്ച് നമുക്ക് ഇൻട്രസ്റ്റിംഗ് വേയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ എനിക്കൊരു ഐഡിയ വന്നത് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഓൾട്ടറായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ അമ്പലം പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ ഈ വാട്ടർ ക്യാനും അതിൻ്റെ മുകളിലേക്ക് പോവും. ആൻഡ് ഓൾസോ വി ക്യാൻ ഹാവ് എ ചാർജിങ് സ്റ്റേഷൻ. ഇത് ആ ബുക്ക് ഷെൽഫിൻ്റെ മുകളിലത്തെ തട്ട് എടുത്ത് മാറ്റിയപ്പോൾ ഇത് ശരിക്കും അതിൽ ഫിറ്റ് ആവുന്നുണ്ട് കേട്ടോ. സോ ഇനി നമുക്ക് ഈ തട്ട് എക്സ്ട്രാ ഉണ്ട്. ഈ തട്ട് നമുക്ക് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. സോ ആകെ ചെയ്യേണ്ടതിൽ സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രൂ എടുത്തിട്ട് എന്നിട്ട് നമുക്ക് ഇത് വയ്ക്കാം ഇതിൻ്റെ മുകളിൽ. അങ്ങനെ ഫൈനലി ബ്യൂട്ടിഫുൾ ആയിട്ട് എൻ്റെ ഒരു
വാട്ടർ ക്യാൻ ഷെൽഫ് എന്നെല്ലാം ഓൾ ഇൻ ഓൾ സെറ്റായിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പഞ്ചാബിൽ നിന്നിട്ട് ഗിഫ്റ്റ് ചെയ്തൊരു ബോക്സ് ആയിരുന്നു. സോ ഇറ്റ് ഈസ് ഗോൾഡൻ കളർ, ഭയങ്കര എസ്തറ്റിക് ആണ്. സോ എന്ത് സംഭവം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എസ്തറ്റിക്സ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. സോ ഞാനിതിൽ തിരയും ആൻഡ് മാച്ച് ബോക്സും ആണ് വെച്ചിരിക്കുന്നത്. ഇറ്റ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ടോ. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇങ്ങനത്തെ ബോട്ടിൽസിൽ ഡിഫറെൻറ്റ് ലേബിൾസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതും എസ്തറ്റിക് അല്ല. സോ എൻ്റെ കയ്യിൽ ഒരു ഇങ്ങനത്തെ ആംബർ ഷെയ്ഡായിട്ടുള്ള ബോട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എണ്ണ സെസ്മി ഓയിലാണ് വിളക്ക് കത്തിക്കുന്നതിൽ വെക്കണത്. ചിലർ ഗീ ഒക്കെ ഇടും, പക്ഷേ ഫോർ മീ ഐ തിങ്ക് സെസ്മി സസ്റ്റൈനബിൾ. സോ അത് ഞാൻ യൂസ് ചെയ്തും ഞാൻ ഇതിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. നൗ നമുക്ക് ചാർജിങ് സ്റ്റേഷൻ സെറ്റ് ചെയ്യാം. സോ ഇതിൽ കണ്ടോ ഇങ്ങനത്തെ നോർമലി എല്ലാ ബുക്ക് ഷെൽഫ്സിലും ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വയറ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഞാനിവിടെ 2 എൻ്റെ മോസ്റ്റ് വയർസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഐ ജസ്റ്റ് റിയലൈസ്ഡ് ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഐക്കിയൻ്റെ ഷെൽഫാണ്. കുറേ മൾട്ടിപർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഷെൽഫ് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെട്ടു. ബട്ട് ദർ ഈസ് വൺ ലിറ്റിൽ ക്വസ്റ്റ്യൻ. കാരണം ഈ ഷെൽഫ് ഞാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ടർ ക്യാൻ വാസ് എംപ്റ്റി. സോ വി ഹാവ് ദ ഡൗട്ട് ദാറ്റ് ചിലപ്പോൾ ഈ വാട്ടർ ക്യാനിൻ്റെ വെയിറ്റ് ഇത് എടുക്കില്ല എന്നൊരു തോന്നലുണ്ട്. പക്ഷെ നമ്മൾ ആ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ആ പ്രോബ്ലം ഡീൽ ചെയ്യാം. വിൽ നോട്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. ആസ് ഓഫ് നൗ ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ ആൻഡ് ലെറ്റ്സ് എൻജോയ് ദിസ് ന്യൂ സ്പേസ്. പണ്ടൊക്കെ സ്കൂൾ എക്സാം തുടങ്ങുന്ന സമയത്ത് ലാസ്റ്റ് പേജിൽ നമ്മൾ ടൈം ടേബിൾ എഴുതും. ആ ടൈം ടേബിൾ എഴുതി കഴിയുമ്പോൾ കിട്ടുന്നൊരു ഒന്നൊന്നര കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് എന്തും തകർക്കാം എന്നൊരു കോൺഫിഡൻസ്. അതാണ് പവർ ഓഫ് പ്ലാനിങ്. നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ മതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വിൽ പവറാണ്. പറയേണ്ട സ്ഥലത്ത് യെസ് പറയുക ആൻഡ് നോ പറയുക. ഈ 2 കാര്യങ്ങളാണ് ഡിസൈഡിങ് ഫാക്ടർ ഓഫ് ആർ റിസൾട്ട്. സോ ഇനി നമുക്ക് മന്ത്ലി പ്ലാൻ ചെയ്യാം, ബ്രേക്ക് ഡൗൺ ചെയ്യാം. ആസ് യൂഷ്വൽ മാർച്ച് വരുവാണ്. സോ മാർച്ചിൻ്റെ സെറ്റപ്പാണ് നമ്മൾ ചെയ്യാൻ പോണത് ഇൻ ആർ ബുള്ളറ്റ് ജേർണൽ. സോ ഐ ഹോപ്പ് നിങ്ങളും നിങ്ങളുടെ ബുള്ളറ്റ് ജേർണൽ അല്ലെങ്കിൽ നോർമൽ റെഗുലർ ജേർണൽ എടുത്തിട്ട് മന്ത്ലി സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും ഓർ എൽസ് ചെയ്യുമെന്നത്. സോ മാർച്ചിൻ്റെ ഞാൻ സെറ്റപ്പ് ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ വെക്കാൻ പോണത്. ആസ് യൂഷ്വൽ ഞാൻ മന്ത്ലി ഓവർവ്യൂ ഉണ്ട്. ആൻഡ് ഈ മാസം ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹാബിറ്റ് ട്രാക്കർ ഉണ്ട് ആൻഡ് ദെൻ ഫൈനലി എക്സ്പെൻസ് ട്രാക്കർ. ഈ 3 കാര്യങ്ങളാണ് ഈ മാസം ഞാൻ ആഡ് ചെയ്യുന്നത്. സോ ലെറ്റ് us ഗെറ്റ് ഇൻ ടു വർക്കിംഗ് മോഡ്. അപ്പോൾ ഇതാ മാർച്ചിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞു. ഐ തിങ്ക് കുറച്ചും കൂടി നല്ല ലൈറ്റുള്ള സ്ഥലത്ത് പോകാം. പുറത്ത് കൊണ്ടോ നല്ല മഴക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാർച്ചിൻ്റെ മന്ത്ലി സെറ്റപ്പാണ്. ഇത് ഞാൻ ഒരു പേജ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ടേമു എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് ആസ് ഇറ്റ് ഈസ് ഞാൻ പേജ് സ്റ്റിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ സിൻസ് മാർച്ച് ഈസ് പീരിയഡ് ഓഫ് സ്പ്രിങ് ഞാൻ കുറച്ച് പ്ലാന്റ്സിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടോ തലതിരിഞ്ഞിട്ടാണ്. ഐ ജസ്റ്റ് ഹോപ്പ് ദിസ് മന്ത് ഇസ് നോട്ട് ഓപ്പോസിറ്റ് ഫോർ മീ. ആൻഡ് 31 ഡേയ്സിൻ്റെ കോളംസ് ഉണ്ട്. ആൻഡ് ദെൻ ഹാബിറ്റ് ട്രാക്കർ. സോ ഇത് ഞാൻ എന്തായാലും ഫോൾഡ് ചെയ്തിട്ടേ വെക്കുള്ളൂ ബിക്കോസ് ഐ നീഡ് ടു ട്രാക്ക് മൈ ഹാബിറ്റ്. സോ 6 ഹാബിറ്റ്സ് ആണ് വെച്ചിട്ടുള്ളത് ആസ് പെർ മൈ ഇക്കിഗൈ. സോ ആദ്യത്തേത് ആപ്പിൾ ഡ്രിങ്ക്സ് കംപ്ലീറ്റ് ചെയ്യുക, പ്രേ, ട്രാക്ക് മൈ ഫുഡ്, ബേക്ക് ആൻഡ് റീഡ്. സോ എന്തൊക്കെയാണോ ആ ദിവസം ചെയ്യണത് അത് ഞാൻ അതിൻ്റെ കളറായിട്ട് സർക്കിൾസ് ഇടും. സോ ദാറ്റ്സ് വൈ ഐ ഹാവ് ലെഫ്റ്റ് സം സ്പേസ്.
സോ 31 ഡേയ്സ് ഉണ്ട് മാർച്ചിൽ. ആൻഡ് ദെൻ ഇത് എൻ്റെ യൂഷ്വലാണ്, എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാം, അത് മാർച്ചിലെയാണ്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് ആൻഡ് ഐ എം ഹോപ്പ്ഫുൾ ആൻഡ് ഇറ്റ്സ് ഗുഡ് ടു ഗോ.